നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനിയെ യുവേഫ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിൽ റയൽ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിൽ സാന്റിയാഗോ ബെർണബൂവിൽ ഏറ്റുമുട്ടുന്നത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ്, ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ 1:30 ആ മത്സരം. ആ കളി ഇപ്പോൾ പ്രസ്റ്റിയാനിക്ക് കളിക്കാൻ പറ്റില്ല. ഒഫീഷ്യലി ഇക്കാര്യം യുവേഫ അറിയിച്ചു കഴിഞ്ഞു. അതായത് ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി വിൽ നോട്ട് പ്ലേ അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ്, സസ്പെൻഡഡ് ബൈ യുവേഫ. ഇതൊരു പ്രൊഫഷണൽ സസ്പെൻഷനാണ്. അതിൽ വിനി ജൂനിയറുമായി ബന്ധപ്പെട്ട റേസിസം വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന് കളിക്കാൻ പറ്റില്ല എന്ന് ഒഫീഷ്യലായിട്ട് ബെൻഫിക്കയെ അറിയിച്ചിരിക്കുകയാണ് യുവേഫ. അതിനുശേഷം പിന്നെ യുവേഫ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഇറക്കി. അതിൽ യുവേഫ പറയുന്നത്, യുവേഫ എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി ഇൻസ്പെക്ടറെ ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വിശദമായിട്ട് പറയുകയാണ് എപ്പോഴാണ് സംഭവം ഉണ്ടായത്. കഴിഞ്ഞ നോക്കൗട്ട് മത്സരത്തിലാണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ടാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത്, ഇത് കാരണം തന്നെ മിസ്റ്റർ ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനിക്ക് ഒരു മത്സരത്തിൽ, അതായത് അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് വിത്തൗട്ട് പ്രെജുഡിസ് ടു എനി റൂളിംഗ് ദാറ്റ് യുവേഫ disciplinary bodies may subsequently make following the conclusion of the ongoing investigation and its respective submission to the UEFA disciplinary bodies എന്നുകൂടി അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മുൻവിധിയോടുകൂടിയല്ല. അതിനുശേഷം പിന്നീട് എന്താണോ യുവേഫയുടെ ആ കമ്മിറ്റി സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്, അതനുസരിച്ചായിരിക്കും മറ്റ് തീരുമാനങ്ങൾ എന്നുകൂടി ഇപ്പോൾ ഒഫീഷ്യലി യുവേഫ അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷനാണിത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ബെൻഫിക്ക ഈ വിഷയത്തിൽ പിന്നാലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിൽ ബെൻഫിക്ക പറയുന്നത്, തീർച്ചയായിട്ടും യുവേഫയുടെ ഈ തീരുമാനത്തിൽ വലിയ ഖേദമുണ്ട് എന്ന് തന്നെയാണ്. ഇതിനെതിരെ അപ്പീൽ കൊടുക്കും, പക്ഷേ ചെറിയ ടൈം സ്പാനേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നതുകൂടി അവർ തന്നെ അതിൽ സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരൊരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബെൻഫിക്ക ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള റേസിസത്തെയും ഡിസ്ക്രിമിനേഷനെയും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ടീമല്ല എന്നുകൂടി പറയുന്നു. അതോടൊപ്പം അവർ വീണ്ടും അന്ന് മൊറീഞ്ഞോ പറഞ്ഞ കാര്യം എടുത്തു പറയുകയാണ്. ബെൻഫിക്കയുടെ മേജർ ഫിഗർ എന്ന് പറഞ്ഞാൽ ക്ലബ് ഹിസ്റ്ററിയിൽ യൂസേബിയോ ആണ് എന്നുകൂടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.